ഇന്ന് ചെയ്യുന്നത് ഒരു ചിലങ്ക തീം കേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് തീമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് വേണ്ടുന്ന ഒരു കേക്കാണ്. പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. രാവിലെ വന്നു വൈകിട്ട് കൊടുക്കാൻ പറഞ്ഞ ഒരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് ചിലങ്ക ഉണ്ടാക്കുന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു വർക്കെന്ന് പറയുന്നത്. വേറെ വർക്കൊന്നും അധികം ആ കേക്കിനകത്തില്ല. വളരെ സിമ്പിളായിട്ട് മതിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ഒരു ഡാൻസ് ടീച്ചറിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡാൻസ് ടീച്ചറിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചിലങ്ക നമുക്ക് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ ചിലങ്കയുടെ ബെൽറ്റെല്ലാം, ചിലങ്കയുടെ ലെതറെല്ലാം ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ ചിലങ്ക മുത്തുകൾ, ചിലങ്ക മണികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലങ്ക മണികൾ തന്നെ ഒരുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സെറ്റാവാൻ വെക്കണം. അപ്പം നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് അധികം നേരം സെറ്റ് ചെയ്യാൻ വെക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് ഗ്ലിറ്റർ കൊടുക്കണം. അതായത് ഗോൾഡ് കളറ്, ഒരു ബ്രോൺസ് കളർന്ന ഗോൾഡ് കളറാണ് നമ്മൾ ചിലങ്കയുടെ മുത്തിന് വരുന്നത്. അപ്പോൾ നമ്മൾ എഡിബിൾ ലസ്റ്റർ ഡസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഓരോ ചിലങ്കമുത്തിലും ലസ്റ്റർ ഡസ്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് ടൈമില്ലാത്ത സമയത്ത് അത് കുറച്ച് പ്രാവർത്തികമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇത് കണക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഈ ലസ്റ്റർ ഡസ്റ്റിൻ്റെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ട്രേ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടായാലും നമുക്ക് മിക്സ് ചെയ്താൽ മതി. ഇനി അത് ആ ടാസ്ക് എല്ലാം കഴിഞ്ഞു. നമ്മളിനി ചിലങ്ക സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. കേക്കിനകത്ത് നമുക്ക് ഒരുപാട് നേരം സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഡയറക്റ്റ് ചിലങ്കയുടെ ലെതറൊക്കെ ആദ്യം വെച്ചു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ചിലങ്കയുടെ മോഡൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു ബെൽറ്റ് ചിലങ്ക, എനിക്കിപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമിന് കിട്ടിയ ബെൽറ്റ് ചിലങ്കയുടെ മോഡൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം മുത്തുകളെല്ലാം അടുക്കി, നമുക്ക് ഒറിജിനൽ ചിലങ്കയിലുള്ളതാണ് അത്രയും മുത്തുകളൊന്നും വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 കിലോ കേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു സൈസിനുള്ള ചിലങ്കയെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുള്ള അത്യാവശ്യം മാക്സിമം കേട്ടിട്ടുണ്ട്. ഒരു മുത്ത് എക്സ്ട്രായും വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലങ്കയിലുള്ള കണക്ക് തന്നെ ഒരു ഓഡ് നമ്പറാണ് വെച്ചിരിക്കുന്നത്. ഒരു മുത്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബെൽറ്റെല്ലാം റെഡിയാക്കി നമ്മൾ അവസാനം ആ സെറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബെൽറ്റിൻ്റെ അവസാനത്തെ ആ ഒരു പിന്നെ ത്രെഡും കാര്യങ്ങളും എല്ലാം വെച്ച് അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഈ ചിലങ്കയുടെ വർക്ക് മാത്രം നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. വേറെ അതിനകത്ത് അധികം വർക്കുകളൊന്നുമില്ല. പക്ഷേ എന്നാലും സിമ്പിളായിട്ട് നമുക്ക് എലഗൻ്റായിട്ട് തോന്നുന്ന ഒരു വർക്കാണ് കേട്ടോ. ഈ ചിലങ്ക ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ഒരു കളർ കോംബോയും ഒരു ബ്രോൺസ് കളർന്ന ഗോൾഡ് കോംബോയും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവസാനം നമ്മൾ പേരൊക്കെ എഴുതി വെച്ചു. പേര് ഇവിടെ ഉള്ളൂ എഴുതി വെക്കാൻ, ആപ്റ്റായിട്ടുള്ള സ്ഥലം വേറെ എങ്ങും കാണുന്നില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചത് കേട്ടോ. എന്നിട്ട് ചെറിയൊരു എയർ ബ്രഷ് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫുൾ വൈറ്റ് അതിനൊരു അഭംഗിയായിട്ട് തോന്നി. കുറച്ചൊരു റെഡും കൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും തോന്നിയതുകൊണ്ട് നമ്മൾ എയർ ബ്രഷും കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിലങ്ക കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്